അബീസ് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്യണു? ഇതിപ്പം ഞാൻ സ്റ്റുഡൻസിൻ്റെ കേസിൽ മാത്രമാണ് പറഞ്ഞതെന്ന് ഓർക്കരുത്. ഈവൻ നേഴ്സിംഗ് ആയിട്ട് വന്നവർക്കുടെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട്, ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും ഒരു മെസ്സേജ് ഇടണമെന്നൊരു റിക്വസ്റ്റിന് വേണ്ടിയാണ്. കാര്യം എനിക്ക് എൻ്റെ നോളജ് വെച്ച് എനിക്ക് ഇത്ര ഇതായിട്ടാണ് പറയാൻ പറ്റുള്ളൂ. അതിന് മുകളിലോട്ട് എനിക്ക് പറയാൻ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഹായ് ഫ്രണ്ട്സ്, അബീസ് വികയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, യു കെയിൽ ഇപ്പോൾ ഉള്ള ഫാമിലിയായിട്ട് താമസിക്കുന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും പല ന്യൂസുകൾ നിങ്ങൾ കേൾക്കാറുണ്ട്. മെയിനായിട്ട് ഒരു കാര്യമാണ് ഈ ഡിവോഴ്സും ആത്മഹത്യ, അങ്ങനെ പല കാര്യം ഇത് എൻ്റെ ഒരു കണ്ടൻ്റ് അല്ല. ഞാൻ യു കെയിൽ ട്രാവലുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ ജോബ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയിക്കൊണ്ടിരുന്നപ്പം എനിക്ക് അവിടെ ഇരുന്നൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അബീസ് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്യണു? ഇപ്പോൾ പറയുമ്പം ഓപ്പണായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് വരാം. ഇപ്പം ഞങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സിൽ തന്നെ 2 പേർക്കുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഓൾമോസ്റ്റ് ഡിവോഴ്സിൻ്റെ വക്കിൽ. കാര്യം ആരെയും നമ്മൾ കുറ്റപ്പെടുത്തി ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലും ഇരിക്കും വരാമെന്നൊരു സംഭവമാണ്. വരില്ല എന്ന് ആർക്കും പറയാം. ഞാൻ ഇതിനെപ്പറ്റി ഇന്നേ വരെ ഒരു വീഡിയോ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എവിടെയും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അബീസ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കണതല്ലേ, അപ്പം നിന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് റിസർച്ചും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പിന്നെ എൻ്റെ ജ്യേഷ്ഠം പിന്നെ എൻ്റെ ഇവിടെയുള്ള കുറച്ച് ചേട്ടന്മാരോടും ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ അവരവർക്കുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞിട്ടാണ്. അപ്പം ഈ വീഡിയോ പറ്റുവാണെങ്കിൽ ഇത് മൊത്തം ഇരുന്ന് കാണാൻ നോക്കണം. എന്നാന്ന് വെച്ചാൽ പകുതിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരാൾക്കുടെ ഭാഗം പിടിക്കുക എന്ന് നിങ്ങൾ വിചാരിച്ചു. വേറെ ഒന്നുമല്ല. കാര്യം ഇപ്പം നമ്മളൊരു കപ്പിൾസിനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ ഒരു കപ്പിളിനെ എടുക്കുകയാണെങ്കിൽ ചിലപ്പം അതിലെ മെയിലായിരിക്കും സ്റ്റുഡൻ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫീമെയിലായിരിക്കും സ്റ്റുഡൻ്റായിട്ട് വരുന്നത്. ഇപ്പം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സപ്പോസ് ഒരു ഫീമെയിലാണ് സ്റ്റുഡൻ്റായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫീമെയിൽ അവളിവിടെ പഠിക്കുകയാണ്. ഓക്കെ, അവൾ പഠിച്ച് 2 വർഷം കഴിഞ്ഞ് ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയി ഒരു നല്ല രീതിയിൽ വന്നു. അപ്പം കഴിഞ്ഞ ഈ 2 വർഷത്തെ ഈ ഹസ്ബൻഡിൻ്റെ ഒരു റോളെന്ന് പറഞ്ഞാൽ, നാട്ടിൽ ചിലപ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു സേവിങ്സോ അല്ലെങ്കിൽ പുള്ളി എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ച കാശ് കൊണ്ടായിരിക്കും വന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ പറഞ്ഞ പോലെ ഹസ്ബൻഡിന് പുള്ളിയുടെ ഫീൽഡിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് തേടി കണ്ടുപിടിക്കാനുള്ള കാര്യം, ഇപ്പോൾ പലരും ചില ലൊക്കേഷനുകൾ പോയി പെടാറുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം മെക്കാനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ചില യു കെയിൽ ചില സ്ഥലങ്ങൾ നല്ലതാണ്. ഇപ്പോൾ ഐ ടിയിലാണെങ്കിലും ചില സ്ഥലങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ വന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവർ അവിടെ തന്നെ 2 വർഷം നിൽക്കുമ്പോൾ തന്നെ അവർ ഇതിനു മുമ്പ് ചെയ്ത ഫീൽഡിൽ അവരുടെ നോളജ് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടായിരിക്കും. എന്താ പറയുക, ആ സ്റ്റുഡൻറ്റ് പഠിച്ച് കഴിയുമ്പം അതിന് ജോലി കിട്ടുമ്പോൾ അവർ ആ ലൊക്കേഷനും മാറിപ്പോവും. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടൊരു സംഭവമാണ്, അബീസ, ഞാൻ എൻ്റെ വൈഫിന് പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ എല്ലാം വിറ്റിട്ടാണ് ഇവിടെ വന്നത്. ഞാനൊരു ബിസിനസ്സിൻ്റെ കാര്യം പറയുമ്പം എൻ്റെ വൈഫ് നമ്മളായിട്ട് ഒട്ടും യോജിക്കണില്ല. എപ്പോഴും പ്രശ്നങ്ങളാണ്. കാര്യം ഒരു 16 ലക്ഷത്തിൻ്റെ ഒരു വലിയൊരു എന്താ പറയണ, വൈഫ് പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ, ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരിവിടെ വന്നത്. പക്ഷേ ഇപ്പം ഞാൻ ബിസിനസ്സിന് വേണ്ടി ഒരു 5-10 ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള മെയിൻ വഴക്ക് തുടങ്ങണത് അവിടെ നിന്നാണ്. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മൂന്നാമതൊരാളെ അതിലോട്ട് ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. കാര്യം ആ മൂന്നാമത് വന്ന ആൾ കുറച്ചൊരു മോശമാണെങ്കിൽ അവിടെ അടിച്ച് പിരിയും. ഓക്കെ, പിന്നെ കാര്യം നമ്മൾ 2 കൂട്ടർക്കും ഇവിടെ വളരാനുള്ള അവസരം തുടങ്ങണം. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും, ഇപ്പം ഞങ്ങൾ 6-8 ഒരു 10 കപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അതിലൊരാൾ കരിയറിൽ അടിപൊളിയായിരിക്കും. ഇപ്പം എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല. കാര്യം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ വന്നവർക്കുടെ തന്നെ ഒരാൾക്കുടെ ഇത് നോക്കുകയാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഫീൽഡിൽ അടിപൊളിയായിരിക്കും. പക്ഷേ അതിൻ്റെ പാർട്ട്ണർ, അത് ആണോ പെണ്ണോ ആവട്ടെ, അവർ കുറച്ച് താഴ്ന്ന രീതിയിലായിരിക്കും. ഇപ്പം നിങ്ങൾക്കത് ബാധിക്കില്ല. ഞാൻ എല്ലാവരോടും എൻ്റെ ഫ്രണ്ട്സിനിടയ്ക്ക്, കാര്യം നമ്മൾ ഫസ്റ്റ് 2 വർഷം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് ഫീസ് അടയ്ക്കണം, അങ്ങനെ ഒത്തിരി കാര്യം, ബാങ്കിലെ ലോൺ, അത് കഴിയുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് മാറി ചിന്തിക്കണമെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറയാറുണ്ട്. കാര്യം ഇപ്പോഴും നമ്മുടെ ചില ഫ്രണ്ട്സ് വന്നിട്ട് 3.5 വർഷം ഇന്നും വെയർ ഹൗസിൽ നിന്ന് ഇറങ്ങാത്തവരുണ്ട്. അവർ പറയണ, എടാ 5 ദിവസം വെയർ ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം, എടാ നിങ്ങളതൊരു പാർട്ട് ടൈമായിട്ട് എന്നിട്ട് യു കെയിൽ എന്തെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിലെങ്കിലും പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാൻ പറയും. കാര്യം ഒരേ വർഷം കയറുമ്പോഴും നമ്മൾ
പണ്ട് എന്തായിരുന്നോ അതിൽ നമ്മുടെ നോളജ് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയണ ഒരു കാര്യമാണ്, എടാ നിങ്ങളും കാര്യം നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ ഒപ്പം മത്സരിക്കാനല്ല ഞാൻ പറയണം, ഒരിക്കലും പാർട്ട്ണറിൻ്റെ ഒരു എതിരാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒപ്പോണൻ്റ് ആയിട്ടല്ല കാണാൻ പറയണം. പക്ഷേ ഒരു ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല. ഇപ്പോൾ കാര്യം നമുക്ക് 27, 28, 29, 30 ആ ഒരു ഏജ് കാറ്റഗറിയിലാകുമ്പോൾ നമ്മളെല്ലാം വെള്ളിയാഴ്ച ചില്ല് ചെയ്ത് പബ്ബിൽ പോകണം, അടിച്ചു പൊളിക്കണം, നമ്മളങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ പലവർക്കുടെ അമ്മമാർ വരെ പറഞ്ഞു തുടങ്ങാറുണ്ട്, എടാ അവൾക്കിപ്പം നല്ല ജോലിയും കാര്യങ്ങളും ആയില്ലേ, എന്നാൽ നിൻ്റെ പഴയ ഫീൽഡിലോട്ട് ഇറങ്ങി ഒന്ന് നോക്കിക്കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കോഴ്സ് പഠിച്ചു. അപ്പോഴത്തേക്കും അടുത്ത ബാധ്യത ഇവരെടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. നാട്ടിലൊരു വീടോ അല്ലെങ്കിൽ ഒരു കാറോ, അല്ലെങ്കിൽ ഇവിടെ ഒരു പുത്തൻ കാറിന് ഒരു നല്ലൊരു ഹ്യൂജ് 10-20 ലക്ഷം രൂപ എടുത്തൊരു കാറെടുത്ത് അതിന് മാസം 800 പോകണ്ട, അതിന് പോകണമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ശരിക്കും മിക്ക ഫാമിലിയിലും അടിയുണ്ടാകുമ്പോൾ എല്ലാവരും പറയണം, എടാ ഞാൻ ഗൾഫിൽ നല്ലൊരു ജോലിയിലുണ്ടായിരുന്നതാണ്, ഇവിടെ വന്ന് ഇവൾക്കുടെ വാക്കും കേട്ട് ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുമ്പം എനിക്ക് കാശിറക്കാനും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നാട്ടിലേക്കാണെങ്കിലും ഇപ്പം നമുക്ക് 10-34 വയസ്സായി. അപ്പം നമ്മൾ പല ആളുകളുടെയും സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നവരാണെങ്കിലും ഇപ്പം ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ പലരും എല്ലാത്തിലും നല്ലത് ചീത്തത് എന്നുള്ള രീതി തന്നെ. ഇപ്പം നാട്ടിലിപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ നമ്മുടെ 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 കൂടെയല്ല, നമുക്കറിയാവുന്ന ഇതുപോലെ ഒരാൾ പഠിക്കാൻ വന്നിട്ടുണ്ടാകും. ഞാനത് ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയണില്ല. കാര്യം ആണാണോ പെണ്ണാണോ അല്ലാതെ പറയാൻ പറ്റില്ല. കാര്യം അതിൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ബസ് ഓടിച്ചിട്ടൊക്കെയാണ് ഈ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് കയറ്റിയിട്ട്. ഇവിടെ വന്നപ്പം അതിലും നല്ലത് എന്നുള്ള രീതി കിട്ടിയപ്പം അതങ്ങ് പോയി. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം നമ്മുടെ പല്ലിൻ്റെ ഇട കുത്തി ഞാൻ തന്നെ നാറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ആ കാര്യത്തിലോട്ടൊന്നും ഞാൻ ഒത്തിരി അങ്ങ് സംസാരിക്കണില്ല. എനിക്ക് ഇത്രയാണ് പറയാനുള്ളൂ. നിങ്ങൾ ഇപ്പം വരുമ്പം 2 പേർക്കും ഒരേ രീതിയിൽ ഹൈ പ്രൊഫഷണൽ ജോബ് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. പക്ഷേ നിങ്ങളിൽ ആദ്യമാണ് ഇപ്പോൾ ഹസ്ബൻഡിനാണ് നല്ലൊരു ജോബ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒന്ന് സെറ്റ് ആക്കി കഴിയുമ്പോൾ തന്നെ വൈഫ് ഇപ്പം ഒരു എന്താ പറയണ വൈഫിൻ്റെ ഫീൽഡിലല്ല ജോലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യെ വൈഫിൻ്റെ അടുത്ത് പറയാം, നീ ഒരു 2 മാസം ഒരു ബ്രേക്ക് എടുത്ത് നീ ഒരു ചെറിയ കോഴ്സ് പഠിച്ച് നിൻ്റെ ഇതിലോട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കണം, നിങ്ങളിപ്പോൾ പോണ ജോലിയിൽ നിങ്ങൾ ഹാപ്പിയാണോ, ഇല്ലെങ്കിൽ നിങ്ങളത് വേണമെങ്കിൽ ഒരു 3 ദിവസം ആക്കിക്കോ, നിങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഒരു ദിവസം വെയർ ഹൗസിൽ നിന്നോ അല്ലെങ്കിൽ കെയർ റൂമിൽ നിന്നോ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് മനുഷ്യ നമ്മളിവിടെ ഉള്ളോടത്തോളം പല ആളുകളും പറയണ ഒരു ചീഞ്ഞ ഡയലോഗാണ്, നമ്മളിവിടെ എത്ര കാലം നിൽക്കുമെന്ന് അറിയില്ല, അപ്പോൾ അത്രയും കാലം നമ്മൾ നന്നായിട്ട് പണിയെടുത്താൽ നല്ല കാശുണ്ടാക്കിയിട്ട് നമുക്ക് പോകാം. ഇങ്ങനെ പറയണവർ 2 വർഷവും കഴിയും, 4 വർഷവും കഴിയും, 6 വർഷം കഴിയും, 10 വർഷം കഴിയും, 15 വർഷമായാലും ഈ UK നിന്ന് പോകാൻ പോകണില്ല. അപ്പോൾ അതൊരു മൊടന്തൻ ഡയലോഗാണ്. കാര്യം പല സദസ്സിലിരിക്കുമ്പോഴും ഇങ്ങനത്തെ ടോപ്പിക്ക് വരുമ്പം ഇതൊന്നും അറിയില്ലാത്തതുകൊണ്ടല്ല ഒരാളായിട്ട് തർക്കിക്കാൻ നിൽക്കാത്തത്. കാര്യം ഇത് വഷളാവുള്ളൂ. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരാളുടെ ഫാമിലി മാറ്ററിൽ കയറി ശരിയാലോ പുള്ളിക്കാരത്തി പറഞ്ഞാൽ ശരിയാലോ, പുള്ളിക്കാരൻ പറഞ്ഞാൽ ശരിയാലോ, പുള്ളിക്കാന്ന് കഴിഞ്ഞാൽ ഒരു നല്ല ജോബ് അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് ഒരു 6000 പൗണ്ട് മുടക്കി കഴിഞ്ഞാൽ പുള്ളിക്കൊരു കോഴ്സ് ഇലക്ട്രിക്കൽ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വെൽഡിങ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഉള്ള ജോലിയോ ഇപ്പോൾ ജോലിക്ക് പോകണ്ടല്ലോ, ഇപ്പോൾ ഒരു 1500 രൂപ മാസം കിട്ടണ്ടല്ലോ, അപ്പോൾ അത് കളഞ്ഞിട്ട് പിന്നെ 6000 കൊടുത്ത് പഠിച്ചിട്ട് പിന്നെ ഒരു കോഴ്സ് എടുത്തിട്ട് എന്ന് ജോലി ആവാനാ? ആബീസിന് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ. പിന്നെ ഞാൻ അതുകൊണ്ട് ഇതൊന്നും ആരോടും പറയണില്ല. ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ. കാര്യം കുറച്ച് കഴിയുമ്പം നമുക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാം. എനിക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ നിങ്ങളെ പറ്റിക്കാം. പക്ഷെ നിങ്ങൾ തന്നെ പറ്റിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു റിഗ്രറ്റ് തോന്നും. ഇപ്പോൾ UK പലയിടത്തും പല ആത്മഹത്യകളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയണം ഒരു ഏറ്റവും വലിയ ഫാക്ടർ അത് ഫാമിലി പ്രശ്നമാണ്. ഈ ഫാമിലി പ്രോബ്ലം എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇത്. അതായത് നാട്ടിലൊരു കൂട്ടം ആളുകൾ സാറേന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളായിരിക്കും ഇവിടെ കെയർ ഹോമിൽ പണിയെടുക്കണതോ വെയർ ഹൗസിൽ പണിയെടുക്കണോ തെറ്റാന്നല്ല. പക്ഷേ ഒരു ലൈഫ് പീരീഡ് മൊത്തം പണിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് അവരോട് തന്നെ ഒരു മടുപ്പ് തോന്നണ ഒരു സമയം വരും. ഓക്കെ, ഇത് മനസ്സിലാക്കണവർ മനസ്സിലാക്കുള്ളൂ. ഒരു ജോലിയും ഒന്നിനൊന്നിനും കുറവല്ല. എല്ലാം ജോലിക്കും ഒരു മഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു തരണമുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പാസ് ചെയ്യാൻ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട് ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിൽ ഒരു മെസ്സേജ് ഇടണമെന്നൊരു റിക്വസ്റ്റിന് വേണ്ടിയാണ്. കാര്യം എനിക്ക് എൻ്റെ നോളജ് വെച്ച് എനിക്ക്
ഇത്ര ഇതായിട്ടാണ് പറയാൻ പറ്റുള്ളൂ. അതിന് മുകളിലോട്ട് എനിക്ക് പറയാൻ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിപ്പം ഞാൻ സ്റ്റുഡൻസിൻ്റെ കേസിൽ മാത്രമാണ് പറഞ്ഞതെന്ന് ഓർക്കരുത്. ഈവൻ നേഴ്സിംഗ് ആയിട്ട് വന്നവർക്കുടെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരിക്കും. ഒരു നേഴ്സായിട്ട് വന്നു കഴിയുമ്പം അതിൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങ് എടുത്തുകൊണ്ട് വരുമായിരിക്കും. അപ്പം ഈ നേഴ്സിൻ്റെ കരിയറിൽ എപ്പോഴും ഗ്രോത്ത് ഉണ്ട്. ബാൻഡ് 5 ആവണം, ബാൻഡ് 6 ആവണം, ബാൻഡ് 7 ആവണം, ബാൻഡ് 7A ആവണം, B ആവണം, സാലറി ആവണം, റെപ്യൂട്ടേഷൻ ആവണം, എവിടെയെങ്കിലും പോകുമ്പോൾ ബാൻഡ് 7 ആണെന്ന് പറയണം. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിപ്പെൻഡൻ്റ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ വന്നപ്പോൾ മുതൽ കുറച്ച് പേരായിട്ട് ഇങ്ങനെ ആ ഒരു വെയർ ഹൗസോ കെയർ ഹോമോ ഇങ്ങനെ രീതിയിൽ ആ മനുഷ്യൻ മോസ്റ്റ് ഓഫ് ദ കേസിൽ ലേഡീസ് ആയിരിക്കും ഇവിടെ. ഞാൻ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ. എല്ലാ നേഴ്സുമാരും ഇങ്ങനെയാണ്, എല്ലാ ഫാമിലിയിലും ഇങ്ങനെയാണെന്നല്ല പറയണം. ചിലവരിങ്ങനെ എല്ലാ വെള്ളിയാഴ്ച ആകുമ്പോഴും ഒരു 2 ദിവസം വീക്കെൻഡ് കിട്ടും, നൈസായിട്ട് റെസ്റ്റ് ചെയ്യണം, പിന്നെ അവിടെ ഇവിടെ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോകണം, ഇങ്ങനെ ലൈഫ് പോവാണ്. ഒരു 3 വർഷം കഴിഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെവിടെ നിന്നാണോ നാട്ടിൽ നിന്ന് വണ്ടി കയറിയത് അവിടെ തന്നെയായിരിക്കും അവർ നിൽക്കണത്. ഒരു സ്റ്റെപ്പ് മുന്നോട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് അവരൊന്ന് പരിഗണിക്കണം കേട്ടോ. പലപ്പോഴും നമ്മളിത് മറന്നു പോകണമായിരിക്കും. നമ്മൾ ഓർക്കും എന്നാൽ ചേട്ടനെ അല്ലെങ്കിൽ ഇക്കാനെ അല്ലെങ്കിൽ ഇച്ചായനെ അടുത്ത മാസം മുതൽ ഒരു കോഴ്സിന് ചേർക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ ഓർക്കും. പക്ഷേ നമ്മുടെ പ്രാരാബ്ദവും കാര്യങ്ങളും നമുക്ക് വന്നൊരു ഇൻകം നിർത്തിയിട്ടാണ് നമ്മളവിടെ ഒരു പുതിയ ഡിസിഷൻ. അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അപ്പോൾ ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുക, അല്ലാത്തവർ അങ്ങനെ തന്നെ പോയിക്കോ. ആ ട്രെയിനിൽ തന്നെ അങ്ങ് പോയിക്കോ കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക. കമൻറ്റ്സ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്ന് ഇടാൻ ഇച്ചിരി സമയം മെനക്കെടണമെന്ന് ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.